ഉലമാക്കളും ഉമറാക്കളും നന്നായാലാണ് സമൂഹത്തിൻ്റെ നന്മ ഉണ്ടാവുക. ഉലമാക്കളിലും ഉമറാക്കളിൽ നിന്നും വേറിട്ട നിലപാടുകൾ വരുമ്പോൾ അത് സമൂഹത്തിന് സഹിക്കുവാൻ പറ്റുകയില്ല. അവിടെ വിഭാഗീയത ഉണ്ടാവും, അവിടെ ഓളങ്ങളും ഓളപ്പരപ്പുകളൊക്കെ ഉണ്ടാവും. അതുണ്ടാക്കാൻ പാടില്ല. പ്രശാന്തമായൊരു ജീവിതത്തിൽ, പ്രശാന്തമായൊരു ജീവിത യാത്രയിൽ സമൂഹത്തെ അതിനോടൊപ്പം കൊണ്ടുപോകുവാൻ ഉലമാക്കളും ഉമറാക്കളും യോജിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഉലമാക്കളും ഉമറാക്കളും നന്നാണ്. അവർ ചീത്തയായാൽ സമൂഹം മുഴുവനും ചീത്തയായി എന്ന് പരിശുദ്ധ വചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പം അത് ഉമറാക്കളെ കൂടി ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങളിൽ അർപ്പിതമായിരിക്കുകയാണ്. ഭിന്നത എവിടെ ഉണ്ടാവുമോ അവിടെ നമ്മൾ പിറകോട്ട് പോകും. ഭിന്നിച്ചിടത്തൊന്നും വളർച്ച കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഒരുപാട് വളരുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഭിന്നതയെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ യോജിപ്പിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉലമാ അതൊരു സിമ്മ് പോലെയാണ്. മൊബൈൽ സിമ്മ് ഉണ്ടല്ലോ, സിമ്മ് എന്ന് പറയുമ്പോൾ ആ സിമ്മിലാണ് ആശയവും അറിവുള്ളത്. എന്നാൽ സിമ്മ് മാത്രം പോരല്ലോ, എത്ര സിമ്മുണ്ടായാലും നമുക്ക് അത് പ്രവർത്തിപ്പിക്കുവാൻ മൊബൈൽ വേണം. ഉലമാക്കൾ സിമ്മാണെങ്കിൽ ഉമറാക്കൾ മൊബൈലാണ്. മൊബൈൽ മാത്രം ഉണ്ടായാലും പോരാ, ഏത് വലിയ മൊബൈലിനായാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻസേർട്ട് സിം എന്ന് കാണും, സിം ഇടാൻ പറയും. അവർ മൊബൈലും സിമ്മും പോലെയാണ് ഉലമാക്കളും ഉമറാക്കളും. അത് യോജിച്ച് തന്നെ പോകേണ്ടതുണ്ട്. സിമ്മിൻ്റെ വഴിയും മൊബൈലിൻ്റെ വഴിക്കും പോകാൻ പാടില്ല. അതൊക്കെ യോജിച്ച് ഒരേ മനസ്സോടെ പോകുമ്പോഴാണ് സമൂഹത്തിന് അറിവും ആശയങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുക. ഉലമാവും ഉമറാവും ആ ദൗത്യം നിർവഹിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.